ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിച്ചത് മലബാർ കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് ചെറുപുഴ. എന്താണ് ആഗമനോദ്ദേശം? സ്വാമിജി, സാമ്പത്തിക കാര്യങ്ങളൊക്കെ വളരെ പരിഗണില്ല പോകുന്നത്. അതിനാണല്ലോ നമ്മളിവിടെ ധനാകർഷണ യന്ത്രം വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, വജ്രമാണ്, വജ്രം. ഇവൻ കൊണ്ടുവരും ധനത്തെ, ലോകത്തിന്റെ എവിടെയുണ്ടെങ്കിലും. നിങ്ങൾക്ക് വേണം സ്വാമി, വേണം. 1,01,000 രൂപ ഇവിടെ കാണിക്ക വെക്കുക. അതാണ് ധനാകർഷണ യന്ത്രത്തിന്റെ കാര്യങ്ങൾ. മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ? ശത്രു സംഹാരവും കൂടി ആവാം സ്വാമി. ശത്രുക്കൾ ഒത്തിരി ഉണ്ട് അല്ലെ? ഒരുപാടുണ്ട്. ശത്രു സംഹാരവും ഉണ്ട്. അതിന് 50,001 രൂപയാണ് ശത്രു സംഹാരത്തിന്റേത് സാധാരണ രീതിയിലുള്ളത്. കുറച്ച് കനത്തതാണെങ്കിൽ 1,01,000 ഉണ്ട്. സ്വാമിജി, എന്തെങ്കിലും കുറച്ച് കുറയുന്നതിനനുസരിച്ച് ഗുണവും കുറയും. ഗുണം കുറയരുത്. ദക്ഷിണ കുറഞ്ഞാൽ ഗുണവും കുറയും. ഇപ്പോ ഏതിന്റെയൊക്കെ ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ട്? ധനാകർഷണം വേണം സ്വാമിജി. ധനാകർഷണം പ്രധാനമാണ്. അപ്പോൾ നിർബന്ധമായും ഈ സ്ഫടികം വാങ്ങുക. ഇത് പൂജാമുറിയിൽ വെക്കുക. പൂജാമുറിയിൽ വെച്ച് അതിരാവിലെ 1 ഗ്ലാസ് വെള്ളത്തിൽ ഇത് മുക്കിക്കഴുകി തോർത്തി എടുത്ത് വീണ്ടും പൂജയ്ക്ക് വെക്കുക. ആ വെള്ളം, അതിൽ ഞാൻ വേറൊരു ഭസ്മം തരും. ഈ ഭസ്മം എന്ന് പറയുന്നത് 7 സമുദ്രത്തിലെ ജലത്തിൽ അരച്ചെടുത്ത പ്രത്യേക തരം ഭസ്മമാണിത്. അരച്ച് നിഴലിൽ ഉണക്കി പൊടിച്ച സാധനമാണ്. വളരെ ശ്രേഷ്ഠമായ ഈ സംഭവം നിങ്ങൾക്ക് 1 നുള്ള് ആ വെള്ളത്തിലെടുത്തിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. 41 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ധനം വന്നു തീരും. അപ്പം 1,01,000 മുടക്കിയാൽ നിങ്ങൾക്ക് 10 ലക്ഷത്തിന്റെ എങ്കിലും വരുമാനം ഉണ്ടാവും. അതെയോ? അത്രയും വരുമാനം വരുമ്പോൾ സ്വാമിയെ മറക്കണ്ട. ഇല്ല സ്വാമിജി, ഒരിക്കലും മറക്കൂല. വരിക, സ്വാമിക്ക് ദക്ഷിണ വീണ്ടും വെക്കുക കേട്ടോ. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഭസ്മം തരട്ടെ. വളരെ വിലയേറിയതും അമൂല്യവുമാണ്. 1 നുള്ളു മാത്രം എടുത്ത് ഈ വജ്രമിട്ട് വെച്ച വെള്ളത്തിൽ അതിരാവിലെ തന്നെ വെറും വയറ്റിൽ കഴിക്കുക. അത് അത്രയും മതിയോ സ്വാമിജി? 1 നുള്ളു മാത്രം. 41 ദിവസത്തേക്കുള്ളതാണിത്. വളരെ അപൂർവമായ ചേരുവകളാണ് ഇതിലുള്ളത്. അപ്പൊ ഇത് പിടിക്കുക. ഇത് പിടിക്കുക. പട്ടിൽ പൊതിഞ്ഞ് വെക്കണം കേട്ടോ. ഓക്കെ. ദക്ഷിണ 1 രൂപ കിട്ടിയില്ല. 1,01,000 അതല്ല, 1 രൂപ തൊട്ടില്ലേ? നമുക്ക് എന്തായാലും സംവിധാനമാക്കാം. ഓക്കെ. 1 രൂപയ്ക്ക് വേറെ 99 രൂപ കാണിക്ക വെച്ചിട്ടേക്കാം കേട്ടോ. ഓക്കെ. സ്വാമി, ഇരിക്ക. എന്താണ് ആഗമനോദ്ദേശ്യം? സ്വാമി, ഞാൻ സുന്ദരൻ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അതെ. ഇപ്പൊ സൗന്ദര്യം എല്ലാം പോയിരിക്കണു. അതെ. സ്വാമി, എന്താണ്? ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷമായി. എനിക്കിതുവരെ കുട്ടികളൊന്നുമില്ല. അതിന് പരിഹാരമുണ്ട്. അതറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എൻ്റെ ഭാര്യ കൊച്ചമ്മണിയുടെ കാതിൽ കിടന്ന കമ്മലൂരി വിറ്റിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അതെ, 50,001 രൂപ ദക്ഷിണ വെക്കുക. കുട്ടികൾ ഉണ്ടാകുമോ സ്വാമി? കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ പിന്നെയും ചടങ്ങുകളുണ്ട്. അതായത് ഒരു ഭസ്മം, അത് ഭുജിക്കാൻ ഭക്ഷണത്തിന്റെ കൂടെ അല്ലെങ്കിൽ വെള്ളത്തിന്റെ കൂടെ കഴിക്കേണ്ട സാധനമുണ്ട്. അതോടൊപ്പം തന്നെ 41 ദിവസം കുളിച്ച് ഈറനണിഞ്ഞ് പുലർകാലത്ത് തന്നെ ആശ്രമത്തിൽ ഇവിടെ വരേണ്ടതുണ്ട്. ഞാനോ അതോ അവളോ? കൊച്ചമ്മണി വരണം. അപ്പൊ എനിക്ക് പണിയുണ്ടല്ലോ സ്വാമി, ഞാനെന്ത് ചെയ്യും? സുന്ദരൻ വരണമെന്നില്ല. സുന്ദരൻ പണിക്ക് പോയിക്കോ. ഇവിടെ പൂജകൾ യഥാവിധി നടന്നോളും. 41 ദിവസം കുളിച്ച് ഈറനണിഞ്ഞ് ഇവിടെ കൊച്ചമ്മണി ഉണ്ടാവണം. അത് ഇവിടെ തന്നെ ആശ്രമത്തിൽ താമസവും ഭക്ഷണവും കൊടുക്കുന്ന പരിപാടിയുണ്ട്. അപ്പൊ അതിൻ്റെതായ ചെലവ് എക്സ്ട്രാ വഹിക്കേണ്ടി വരും. പുത്രകാമേഷ്ടി യാഗം പോലെയുള്ള കാര്യങ്ങൾ നടത്താനുണ്ട്. അപ്പൊ അതിനൊക്കെ ചെലവുകൾ വരും. അപ്പോ
ഇതിന് വേണ്ട പ്രാഥമികമായ കാര്യമാണ് പറഞ്ഞത്. താമസത്തിനും ഭക്ഷണത്തിനും ഉള്ളത് വേറെ കരുതണം. ലോഡ്ജിൽ സുന്ദരൻ പോയി താമസിച്ചാലും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലും പൈസ വേറെ കൊടുക്കണ്ടേ? വേണം. അത്രയേ ഉള്ളൂ, അത് വേറെ. സ്വാമി, ഞാൻ ഇത്രയും ചോദിച്ചത് എന്താണെന്ന് അറിയോ? പറയൂ. ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. അപ്പൊ എത്ര പൈസ ഏകദേശം ആകുമെന്ന് അറിഞ്ഞാൽ അതെനിക്ക് കടവായാലും വാങ്ങിച്ചോണ്ട് വരാമല്ലോ. 41 ദിവസത്തേക്ക് ആകുമ്പം ഒരു 30,000 രൂപ കൂടി കൂടുതലാവും. 80,000 രൂപ. അപ്പൊ ഒരു കുട്ടിയാണ് ലാഭം. സുന്ദരൻ ഒരു അച്ഛൻ എന്നുള്ള വിളിപ്പേര് കേൾക്കുകയും ചെയ്യും. സുന്ദരനെ അച്ഛൻ എന്ന് വിളിക്കാൻ ഒരാൾ വേണ്ടേ? സ്വാമി, വേറൊരു ഐഡിയയും കൂടെ. വേറുള്ള പെൺകുട്ടികൾ എന്നെ ആകർഷിക്കാൻ പറ്റുമോ സ്വാമി? സ്ത്രീ ആകർഷണ യന്ത്രമുണ്ട്. അതിന് 1,01,000 രൂപ വേറെ മുടക്കണം. അത് കാശൊരു പ്രശ്നമല്ല. ഞാൻ എങ്ങനെയെങ്കിലും കടം മേടിച്ച് സ്വാമിക്ക് കൊണ്ടുതരാം സ്വാമി. ഓക്കെ, അതിന്റെ ഗുണഭോക്താവ് പൂർണ്ണമായിട്ടും സുന്ദരൻ തന്നെ ആയതുകൊണ്ട് 1,01,000 ആകും. കൊച്ചമ്മണിക്കുള്ള ട്രീറ്റ്മെന്റ് ആണെങ്കിൽ 50,001 നിൽക്കും. അതാണ് അതിന്റെ വ്യത്യാസം. അത് അവൾ അറിയണ്ട. രണ്ടാമത് ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്നാൽ ദക്ഷിണ വെക്കുക. ഇപ്പോ ഞാൻ അറിഞ്ഞു കേട്ട സ്ഥിതിക്ക് 50,000 രൂപയെ കൊണ്ടുവന്നിട്ടുള്ളൂ സ്വാമി. അതിവിടെ വെക്കുക. ബാക്കി കാര്യങ്ങൾ കൊച്ചമണിയെ കൂട്ടി വരുമ്പോൾ കൈകാര്യം ചെയ്യാം. പക്ഷേ ഇന്ന് മുതൽ ഈ ഔഷധ സേവ തുടങ്ങുക കേട്ടോ. സ്വാമി, 1,00,000 രൂപ ഞാൻ തരുന്നുണ്ടെന്ന് അവൾ അറിയാൻ പാടില്ല സ്വാമി. അതൊന്നും അറിയില്ല, എല്ലാം രഹസ്യം. സ്വാമി, ദക്ഷിണ സ്വീകരിച്ചാലും. ദക്ഷിണ ഇങ്ങോട്ട് തരിക. 1 രൂപ കൊണ്ടുവന്നിട്ടില്ലേ? ഇല്ലല്ലോ സ്വാമി. പിന്നെ എത്രയാ ഉള്ളത്? ഒന്നുമില്ല സ്വാമി. 1 രൂപയ്ക്ക് എനിക്ക് ആ കടക്കാരൻ മൊട്ടായിയാ സ്വാമി. തൽക്കാലം അതായാലും മതി. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. അപ്പോ ഇത് വളരെ വിശിഷ്ടമായ ഒരു സമുദ്രഭസ്മം എന്ന് പറയുന്ന സംഭവമാണ്. 7 സമുദ്രത്തിലെ ജലങ്ങൾ വറ്റിച്ചെടുത്ത പ്രത്യേക ഭസ്മം. ഇതിന്റെ ഒരു നുള്ളെടുത്ത് രാവിലെ 1 ഗ്ലാസ് വെള്ളത്തിൽ വെറും വയറ്റിൽ കഴിക്കാൻ. അത് സുന്ദരനല്ല, കൊച്ചമ്മണി കഴിക്കണം കേട്ടോ. അപ്പം ഇനി അടുത്ത 41 ദിവസത്തേക്ക് വ്രതാനുഷ്ഠാനത്തിനും പൂജയ്ക്കും ഒക്കെ ആയിട്ട് കൊച്ചമ്മണിയെ കൂട്ടിയിട്ട് വരിക. കുളിച്ച് ഈറനണിഞ്ഞ് പുലർകാലത്ത് ഇവിടെ 41 ദിവസം പൂജാതി കർമ്മങ്ങൾക്ക് വേണം. ഓക്കെ, എന്നാൽ പോയിക്കോളൂ. അപ്പോ എനിക്ക് മറ്റേ പെണ്ണിൽ ആകർഷിക്കാനുള്ള എന്തെങ്കിലും 1,00,000 രൂപയും കൊണ്ട് പോരെ? അതെല്ലാം നാം റെഡിയാക്കും. സ്വാമി, പൊക്കോട്ടെ സ്വാമി, അനുഗ്രഹിക്കുക. ഓക്കെ ഓക്കെ, അനുഗ്രഹിച്ചിരിക്കുന്നു. നമസ്കാരം സ്വാമി. നമസ്കാരം, ഇരിക്കുക. എന്താണ് ആഗമനോദ്ദേശം? പറയാലോ സ്വാമി. സ്വാമി ഇവിടെ ഒരുപാട് യന്ത്രങ്ങൾ വിൽക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. എന്തൊക്കെ യന്ത്രങ്ങളാ? സന്താനോത്പാദന യന്ത്രമുണ്ട്, ധനാകർഷണ യന്ത്രമുണ്ട്, ശത്രുസംഹാര യന്ത്രമുണ്ട്, സ്ത്രീ ആകർഷണ യന്ത്രമുണ്ട്. അപ്പൊ ഈ യന്ത്രങ്ങളൊക്കെ വിറ്റ് സുഖമായിട്ട് ജീവിച്ചു പോകുന്നു അല്ലേ? അല്ല, ഇതെല്ലാം വളരെ വിലപിടിപ്പുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയും അതിന് ചെലവ് ചെയ്തിട്ടുമാണ്. ഇതൊക്കെ ജനോപകാരപ്രദമായി മാത്രമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോ ഒരു ജനോപകാരാർത്ഥം ഇതം ശരീരം. അതെ അതെ അതെ, മനസ്സിലായി. ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ സ്വാമി. സ്വാമിക്ക് ഈ ധനാകർഷണം യന്ത്രം അല്ലേ? അതെ, ധനം ഉണ്ടാക്കാനുള്ള യന്ത്രം. അതെ. അതിന് സ്വാമി എത്ര പണം വാങ്ങുന്നത്? 50,001 രൂപയ്ക്കുമുണ്ട്, 1,01,000 ഉണ്ട്. രണ്ട് സൈസാ. എന്നാ പിന്നെ ഇത് വിറ്റ് കാശാക്കുന്നതിന് പകരം ഈ യന്ത്രം സ്വാമിയുടെ ഈ ഇവിടെ ആശ്രമത്തിൽ വെച്ചാ പോരെ? നോമിന് പണത്തിന്റെ ആവശ്യം തീരെയില്ല. നോമൊരു ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു താമസനാണ്. എന്നിട്ടാണ് 50,000 1,01,000 വാങ്ങുന്നത്. അതിന്റെ പൂജാതി കർമ്മങ്ങൾക്കുള്ള ചെലവുകൾ മാത്രമാണ് നോം വാങ്ങുന്നത്. മനസ്സിലായി. ഞാനിവിടെ ഒന്നും സമ്പാദിച്ചു കൂട്ടുന്നില്ല. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ശത്രുസംഹാര യന്ത്രം അല്ലേ? ഉണ്ട്. അതിനെങ്ങനെയാ ഫീസ്? അത് 1,00,000 ഉണ്ട്. പിന്നെ അത് കൂടുന്തോറും ശത്രുവിന്റെ ഈ കാഠിന്യ ഗൗരവം കൂടുന്തോറും അല്ലേ? അതായത് ഒരു വ്യക്തിക്കാണെങ്കിൽ 1,00,000 രൂപ 1,01,000. അതേസമയം കുറച്ചുകൂടെ ഒരു സമൂഹത്തിന്റെ ശത്രുവിനെയാണെങ്കിൽ 10,01,000 രൂപ.
ഒരു ജില്ലയുടെ ഒരു സംസ്ഥാനത്തിന്റെയോ ശത്രുവിനെ നമ്മൾ ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ടായിരിക്കും ചിലപ്പോൾ സംഹരിക്കേണ്ടത്. അങ്ങനെയുള്ള പല അതെ. അപ്പോ എനിക്കൊരു സംശയം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എത്ര കോടിക്കണക്കിന് ഉറുപ്പിയാണ് ഈ നമ്മുടെ രാജ്യം സംരക്ഷിക്കാൻ വേണ്ടി ചെലവിടുന്നത്? പട്ടാളക്കാർക്ക് ശമ്പളം കൊടുക്കണം, അതിന് വേണ്ട യുദ്ധോപകരണങ്ങളാണ്. ഈ സാധനം എല്ലാത്തിനും പകരം നമുക്ക് കുറെ ഈ ശത്രുസംഹാര യന്ത്രം മേടിച്ചിട്ട് ഈ രാജ്യത്തിന്റെ 4 മൂലയ്ക്കും ശത്രുക്കൾ വരുന്നതെല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 10-100 മന്ത്രവാദികളെയും കൂടി ആക്കിയാൽ പോരെ? എന്തിനാ പിന്നെ ഈ കോടിക്കണക്കിന് ഉറുപ്പ ചെലവാക്കി നമ്മൾ ഈ രാജ്യം ഇങ്ങനെ രാജ്യത്തിന്റെ പണം ഇങ്ങനെ മുടിക്കുന്നത്? അത് ഞാനല്ലല്ലോ, അത് വിവരമുള്ള ഭരണാധികാരികൾ അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ പറഞ്ഞു കൊടുക്ക്. ഒരു പൊട്ടാ സ്വാമി ഇറങ്ങിയേക്കുന്നു. പിന്നെന്തോ ഒരു സന്താനോത്പാദനം അല്ലേ? സന്താനോത്പാദന യന്ത്രമില്ലാതെ ഇത് നടക്കില്ലല്ലോ. ജാനിക്കൊക്കെ വേറെ പണിയില്ലല്ലോ. കുണ്ടാപ്പാറ കുട്ട വയറും ഒരു പണിയെടുക്കാണ്ട് വയറും ചാടിച്ചിങ്ങനെ വന്ന് ഞെളിഞ്ഞിരിക്കുക. കുറെ ഭസ്മവും കുറെ മാലയും കുറെ തലക്കെട്ടും ഒക്കെ ആയിട്ട്. സ്വാമിമാരെ ബഹുമാനിക്കാൻ പഠിക്കണോ? സ്വാമിമാരെ ഞാൻ ബഹുമാനിക്കാം. അവര് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ല സന്യാസിമാരും നല്ല സ്വാമിമാരുണ്ട്. ജനത്തിന് നന്മ ചെയ്യുന്നവരുണ്ട്. തന്നെ പോലെ ഈ പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കുറെ പൊടിയും കൊണ്ട് വന്നിരുന്ന് ജനങ്ങളെ കളിപ്പിക്കുന്ന കള്ള സ്വാമിമാരെ ഞാൻ വിശ്വസിക്കലടോ. താനൊരു നിരീശ്വരവാദിയാണെന്ന് തെളിയുന്നു. ദിവ്യദൃഷ്ടിയിൽ കാണുന്നു. നിരീശ്വരവാദിയോ ഈശ്വര വിശ്വാസിയോ എന്തോ ആയിക്കോട്ടെ, ഈശ്വരന്മാര് ദൈവങ്ങളെ മുതലെടുത്ത് ജീവിക്കുന്ന തന്നെ പോലെയുള്ള ഈ പന്ന സ്വാമിമാരുണ്ടല്ലോ, താനെ പിടിച്ച് ലോക്കപ്പിലാക്കും. 6 മാസം പോയില്ല, 41. പിന്നെ തന്റെ ഈ ഗോഷ്ടി കാണിച്ചാലൊന്നും ഈ അച്ചായം പേടിക്കില്ലടോ. താൻ വലിയ കളി കളിച്ചാണ്ടല്ലോ, തന്റെ ആ സന്ധാനയന്ത്രം ഉണ്ടല്ലോ ചവിട്ടി പൊട്ടിക്കാൻ ഞാൻ കൊള്ള സ്വാമി. മനുഷ്യന്റെ ഇല്ലായ്മകളെയും പോരായ്മകളെയും ചൂഷണം ചെയ്യുവാൻ എല്ലാ മതത്തിലും ഇങ്ങനെയുള്ള ചില അവതാരങ്ങൾ പൊട്ടിപ്പോയി. അവർ അവരുടെ കാര്യസാധ്യത്തിനായി പല പല യന്ത്രങ്ങളും പല പല പോംവഴികളും നിർദ്ദേശിക്കുകയും പാവങ്ങളെ ഊറ്റി ജീവിക്കുകയും ചെയ്യും. നാം ജാഗരൂകരായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതേതെങ്കിലും ഒരു മതത്തിന്റെ കാര്യമല്ല. മതത്തിന്റെ പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന, മനുഷ്യനെ നശിപ്പിക്കുന്ന എല്ലാവർക്കുമുള്ള താക്കീതായി ഇത് സ്വീകരിക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിച്ചത് മലബാർ കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് ചെറുപുഴ. വെഡിംഗ്, ബർത്ത്ഡേ പാർട്ടീസ്, കോർപ്പറേറ്റ് മീറ്റിംഗ്സ്, ആനിവേഴ്സറി ഇവന്റ്സ്, ഹൗസ് വാമിംഗ്, ബേബി ഷവേഴ്സ്, ബാപ്റ്റിസം. പ്രോഗ്രാം എന്തുമാകട്ടെ, ഏറ്റവും രുചികരമായി ഏറ്റവും വേഗത്തിൽ മലബാർ കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് ചെറുപുഴ. ഫോൺ 94737411 9744164036. മലബാർ കാറ്ററിംഗ് ചെറുപുഴ.